അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അഥവാ NPA. എന്താ NPA എന്ന് വെച്ചാൽ ഡ്യൂ. നമുക്ക് ബാങ്ക് ലോൺ തന്നു, നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ അടയ്ക്കാൻ പൈസ ഇല്ല. കുറേ കഴിഞ്ഞിട്ട് EMI ഒക്കെ നമ്മൾ ആദ്യം കുറച്ച് അടച്ചു, പക്ഷേ EMI അടച്ച എമൗണ്ടിനൊക്കെ കൂടുതലായി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് എന്തിനാണ് പൈസ അടയ്ക്കുന്നത്, നമ്മളത് അടയ്ക്കാണ്ട് അവിടെ ഇടും. ഇങ്ങനെ വരുന്ന ബാങ്കുകൾക്ക് വരുന്ന അസറ്റ്സ്, അതായത് അവർ കൊടുക്കുന്ന എല്ലാ ലോണുകളെയും വിളിക്കുന്ന പേരാണ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് അതാണല്ലോ ബാങ്കുകളുടെ അസറ്റ്. നമ്മൾ ഇടുന്ന പൈസ, നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്ന പൈസ എടുത്ത് ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു. ഈ ഒരു ലോണാണ് ബാങ്കിന്റെ അസറ്റ്. കാരണം എന്താ അസറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇൻട്രസ്റ്റ് കിട്ടും. കാരണം ബാങ്കിന് വരുമാനം കിട്ടുന്നത് ഈ പറയുന്ന പൈസ ലോൺ കൊടുത്തിട്ടാണ്. അപ്പൊ ഇതിനെ അസറ്റ് എന്ന് വിളിക്കും. ഈ അസറ്റ് തിരിച്ചു വന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പെർഫോം ചെയ്യാത്ത അസറ്റ് അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ്. മനസ്സിലായില്ലേ കാര്യം? അപ്പൊ ഇത് എപ്പോഴാണ് ഒരു അസറ്റ് നമ്മൾ നോൺ പെർഫോമിംഗ് ആയിട്ട് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നമുക്ക് ലോൺ കിട്ടി, നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ചു, അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആവില്ല. രണ്ടാമത്തെ പ്രാവശ്യത്തെ മിസ്സാക്കി, ഒരു മാസം മിസ്സാക്കി ഇൻസ്റ്റാൾമെന്റ്, അപ്പോഴും ആവില്ല. രണ്ടാമത്തെ മാസം മിസ്സാക്കിയെങ്കിലും അത് NPAയിൽ പോവില്ല. 3 മാസം മിസ്സാക്കി കഴിഞ്ഞ്, അത് ഓൾമോസ്റ്റ് 90 ദിവസം ഒരു ട്രാൻസാക്ഷനും ആ ഒരു അക്കൗണ്ടിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അക്കൗണ്ട്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസറ്റുകളെ പറയുന്നതാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന അസറ്റ്, അഡ്വാൻസ് കൊടുക്കുന്നത്, അതായത് ലോൺ കൊടുക്കുന്ന അഡ്വാൻസ് വേറെ പേരാണ് ലോൺ കൊടുക്കുക എന്ന് പറയും. ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെയുള്ള പൈസ. ഒരു ഊഹിച്ച് വെച്ചാൽ മതി, എല്ലാ കേസിലും 90 അല്ല, എന്നാലും ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിൻ്റെയും ഈ പറയുന്ന NPA കണക്കാക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 90 ഇതാണ്. അതേപോലെ തന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സും ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഷോർട്ട് ടൈം, ലോങ് ടൈം ഡ്യൂറേഷൻ ക്രോപ്സ്, ഇതിൻ്റെയൊക്കെ ഇത് NPA ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 2 വിളവെടുപ്പ് കാലം, 2 സീസൺ നോക്കും. 2 സീസൺ കഴിഞ്ഞിട്ടും സാധനം പൈസ നമുക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ അഗ്രികൾച്ചറിന് വലിയ ഈടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാണ്ട് 2 സീസൺ നോക്കിയിട്ടും നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിൽ അത് NPA ആയിട്ട് കണക്കാക്കും. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന്റെ കാര്യമാണെങ്കിലോ ഒറ്റ സീസൺ, ഇപ്പൊ ഒരു വർഷമൊക്കെ വിളവെടുപ്പേണ്ട ഇതുണ്ടാവില്ലേ, ഒരു വർഷമൊക്കെ നീണ്ട് ചില വിത്തുകളും കാര്യങ്ങളൊക്കെ കുറച്ച് 2-3 മാസം കൊണ്ട് വിളവെടുത്ത് കഴിയുന്ന ക്രോപ്സ് ഉണ്ട്. ചിലത് ലോങ് ടൈമിലേക്ക് 1 വർഷമൊക്കെ കഴിഞ്ഞ് വിളവെടുക്കുന്ന ക്രോപ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ലോങ് ടൈമിലേക്കുള്ള ക്രോപ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സീസണാണ് നോക്കുക. ഒരു സീസൺ കഴിഞ്ഞിട്ടും തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ NPA ആയിട്ട് കണക്കാക്കും. ഷോർട്ടിലാണെങ്കിൽ 2 സീസൺ നോക്കും, 2 സീസൺ കഴിഞ്ഞിട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ NPA ആയിട്ട് കണക്കാക്കും. അതേപോലെ തന്നെ NPAനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുള്ള്, ലോസ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ഓഫ് NPAs ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സബ്സ്റ്റാൻഡേർഡ് NPA എന്ന് പറയും. സബ്സ്റ്റാൻഡേർഡ് NPA എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മാസത്തിൽ താഴെ ആണ് ഇതിൻ്റെ NPA വന്നേക്കുന്നത്. 12 മാസത്തിൽ താഴെയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലയളവിൽ മുടക്കം വന്നേക്കുന്നത്. അതായത് ഞാൻ 1 വർഷം മുമ്പ് ലോൺ എടുത്തു, 12 മാസം കഴിഞ്ഞിട്ടില്ല, 1 വർഷം മുമ്പ് ലോൺ എടുത്തിട്ട് പൈസ അടച്ചിട്ടില്ല, ഒറ്റ പ്രാവശ്യം അടച്ചിട്ടില്ലെങ്കിൽ 12 മാസം വരെയാണ് നമ്മൾ സബ്സ്റ്റാൻഡേർഡ് NPA എന്നുള്ള കണക്കിൽ നമ്മൾ കൂട്ടുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡൗട്ട്ഫുള്ള്. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും, 1 വർഷത്തിന് മുകളിൽ ടൈം പീരീഡിലായിട്ടുണ്ടാവും, എന്നിട്ടും അടച്ചിട്ടില്ല. അങ്ങനെയുള്ള അസറ്റ്സിനാണ് നമ്മൾ ഡൗട്ട്ഫുൾ NPA എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ലോസ് അസറ്റ്സ്. ലോസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വർഷങ്ങളായിട്ട് അടച്ചിട്ടുണ്ടാവില്ല, അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ ആ ഒരു കണക്ക് നോക്കുന്ന RBIയോ അല്ലെങ്കിൽ അത് നോക്കുന്ന ഓഡിറ്ററോ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. ഇതൊരിക്കലും തിരിച്ചിട്ടാൻ പോകുന്നില്ല, പക്ഷെ എഴുതി തള്ളിയിട്ടില്ല. എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ എന്താ മെക്കാനിസം? ആ പൈസ ആര് കൊടുക്കും? ഒന്നുകിൽ ഡെവലപ്മെന്റ് ബാങ്ക് കൊടുക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കും. ഗവൺമെന്റ് കൊടുക്കുന്ന പൈസേനാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എഴുതി തള്ളിയിട്ടില്ല. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന NPAനെയാണ് നമ്മൾ ലോസ് അസറ്റ്സ് എന്ന് പറയുന്നത്. 3 ടൈപ്പിലുള്ള NPA ഉള്ള സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുള്ള്, ലോസ് അസറ്റ്സ്. മനസ്സിലായല്ലോ? ഇത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഏതിൻ്റെയാ? ലോസ് അസറ്റ്സ്. സബ്സ്റ്റാൻഡേർഡ് 1 വർഷം താഴെ, 1 വർഷം താഴെ. ഡൗട്ട്ഫുള്ള് 1 വർഷത്തിന് മുകളിൽ, 12 മാസത്തിന് മുകളിൽ ഉണ്ടാവും. ലോസ് അസറ്റ്സ് പിന്നെ അതിനൊക്കെ വർഷങ്ങളായിട്ടുണ്ടാവും, 2, 3, 4 വർഷമൊക്കെ ആയിട്ടും. അത് ആ ഓഡിറ്റർ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഒന്നുകിൽ ഓഡിറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇതിന് കിട്ടാൻ പോണില്ല എന്നുള്ളത്, അല്ലെങ്കിൽ RBI കണ്ടുപിടിച്ച് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് പറയുന്നത്. അത് എഴുതി തള്ളിയിട്ടുണ്ടാവില്ല. NPA മനസ്സിലായല്ലോ? ബാഡ് ഡെപ്സ്
അതായത് കിട്ടാത്ത സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. 90 days ആണ് പീരീഡ്. അഡ്വാൻസ് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ്, ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ്, ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. സബ്സ്റ്റാൻഡേർഡ് NPA, ഡൗട്ട്ഫുൾ NPA, ലോസ് അസറ്റ്സ് NPA, ഇതൊക്കെ ആണ് NPAയുടെ ടൈപ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ NPAനെ മോണിറ്റർ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഈ പറയുന്ന സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പേര് ഓർത്തിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ബാങ്കിന് NPA വന്നു, NPA വന്നിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ട് NPA ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? NPA കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റുക? ബാങ്കിന് ലോസ് ആണ്, ബാങ്കിന് അസറ്റ് ഒന്നുമില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബാങ്ക് റണ്ണാവും, തോറ്റു, ബാങ്ക് പൊട്ടി എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ NPAസിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മോണിറ്റർ ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറയും. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് ആക്ച്വലി ഒരു മോണിറ്ററിംഗ് സിസ്റ്റം മാത്രമാണ്, അതൊരിക്കലും NPA അല്ല. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് NPA അല്ല ഒരിക്കലും, പക്ഷെ സ്പെഷ്യലായിട്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന പേരാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. ഒരിക്കലും NPA ആയിട്ടില്ല. കാരണം എന്താ? SMA 0, SMA 1, SMA 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ടൈപ്പിലുള്ള SMA അക്കൗണ്ട്സാണ് വരുന്നത്. ആ 3 ടൈപ്പിൻ്റെ ആയിട്ട് ലാസ്റ്റത്തെ നോക്കി, SMA 2 ഏതിനകത്ത് വരുന്നത്? 90-ലല്ലേ വരുന്നത്? 90-ൽ വരുന്നത്. 90 days മുകളിലാണെങ്കിലാണ് NPA വരുള്ളൂ. ഒരിക്കലും സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്തല്ല, NPA അല്ല. സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് വരുന്ന ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്ന് ചോദിച്ച് ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് ആർ NPAs എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. ഒരിക്കലും സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് NPAയിൽ വരില്ല. 90 ദിവസം വരെ SMA 0, 1, 2 എന്ന് പറഞ്ഞിട്ട് 2-3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ SMAനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. SMA 0 എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 30 ദിവസം വരെ ഉള്ള കാലയളവിൽ അടവ് മുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ SMA 0 അക്കൗണ്ട് എന്ന് പറയുന്നത്. 30 ഒരു മാസം വരെ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ ഒന്നും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ SMA 0 പറയും. രണ്ടാമത്തെ വരുന്നത് 31 തൊട്ട് 60 ദിവസം വരെ ഉള്ളതിനകത്ത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ്, ഒരു മാസത്തിലെ ഇതെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനാണ് SMA 1 അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് 61 ദിവസം മുതൽ 90 ദിവസം വരെയുള്ള പീരീഡിലാണ് SMA മുടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് SMA 2 എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, SMA എന്ന് പറയുന്നത് ഈ NPAസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം മാത്രമാണ്. ഇത് എങ്ങനെ ട്രാക്കിങ് നടക്കുന്നത്? ഇത് നോക്കും. അപ്പൊ ആദ്യത്തെ ഇവൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, SMA വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. പക്ഷെ അടുത്ത പ്രാവശ്യത്തെ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് SMA 1-ലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവൻ പ്രശ്നക്കാരനാണ്. ഇപ്പൊ ഇവനൊന്നും നമ്മൾ നോട്ടീസും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മുടക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ നേരത്തെ കൂട്ടി തന്നെ ചെയ്യും. ഈ ഒരു പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SMA അക്കൗണ്ട്, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് അത് മോണിറ്റർ ചെയ്യുന്നത് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ SMAs ഒരിക്കലും NPAs അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അത് NPAs മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം മാത്രമാണ് SMA അക്കൗണ്ട്സ്. ക്ലിയർ ആയല്ലോ? കിട്ടിയില്ലേ? ഓക്കെ. എങ്ങനെ NPA വരുന്നത്? വികസിച്ചില്ലെങ്കിൽ NPA വരും. നമ്മളൊരു ബിസിനസ് തുടങ്ങി, അത് വിജയിച്ചില്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നിങ്ങളോട് ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് NPAs ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കാര്യം തിരിച്ചടവ് മുടങ്ങുമ്പോഴാണ് NPA ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ. അതിന് പല പല റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ തുടങ്ങിയ ബിസിനസ് ഇതുണ്ടാവില്ല, അല്ലെങ്കിൽ എക്കണോമിക് ഡിക്ലൈൻ ആണെന്നുണ്ടെങ്കിൽ പറ്റും. ബാഡ് ലെൻഡിങ് പ്രാക്ടീസ് ഒരു എക്സാമ്പിളാണ്. തോന്നിയ പോലെ എടുത്തൊക്കെ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് NPA ആയിട്ട് അത് കിടക്കും, തിരിച്ചു വരില്ല പൈസ. അപ്പം അങ്ങനെ പൈസ തിരിച്ചു വരാത്ത ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും, പിന്നെ എന്തെങ്കിലും ഡിസാസ്റ്ററോ ഇതൊക്കെ വന്ന് നമ്മൾ കയ്യിൽ EMI അടയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ മുടങ്ങും, NPA ആയിട്ട് അത് കിടക്കും.